അറിഞ്ഞോ എന്ത്? പരമൻ ഇന്നലെ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് പൊതിര് തല്ലു കിട്ടിയെന്ന്. അയാള് വാളെടുത്ത് വെട്ടാതിരുന്ന ഭാഗ്യം. എന്നിട്ട് ആശുപത്രിയില? ഏയ്, വീട്ടിലുണ്ട്. തളർന്നു കിടക്കണു. അസലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയും വേണം. ആ വെള്ളത്തിൽ എത്രയല്ല അയാൾ ഒടിച്ചിരിക്കണേ. ആ, പോസ്റ്റ്മാൻ തന്നാ. നന്ദൻ എന്നും ഉണ്ട് ഒരു കെട്ട് കത്ത്. എനിക്കാരും കത്തെഴുതാനില്ല. ഗൗരിയത്തമ്മേ, വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ? പറയാം. എന്തു വിട്ടിട്ടാ കുട്ടിയെ കാണിക്കണേ? ഇങ്ങനെ നിരാശപ്പെടപ്പ എന്താ ഉണ്ടായി? എനിക്കറിയില്ല കുട്ടിമാമേ. വേണുവിന്റെ കത്ത് വന്നിട്ടുണ്ട്. അവൻ എന്താ എഴുതിയിരിക്കണേ? ഞാൻ വായിച്ചു നോക്കിയില്ല. എനിക്ക് പേടി അത് തുറക്കാൻ. നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ശുദ്ധ പാവാണവൻ. ഒരു അനിയത്തിപ്രാന്തൻ, അത്ര തന്നെ. വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും. ചില നേരത്ത് നന്ദേട്ടന്റെ ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമേ. മോള് ധൈര്യമായിട്ടിരിക്കൂ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനമായിട്ടിരിക്കും. ഗൗതം, ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് എത്തുന്നു. അറേഞ്ച് ടു പിക്ക് ദം അപ്പ് ഫ്രം ദ എയർപോർട്ട്. ടുമോറോ ഐ വിൽ മീറ്റ് ദം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. യെസ് സർ. നന്ദേട്ടാ, വേണുവിന്റെ കത്തുണ്ട്. എന്താ വിശേഷം? ഞാൻ വായിച്ചില്ല. തുറക്കാൻ എനിക്ക് പേടിയാ. എന്തായാലും വായിക്കേ. വരാനുള്ളത് വഴി തങ്ങില്ല. വേണുവിന് കല്യാണത്തിന് സമ്മതമാണ്. ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാന്ന് വെച്ചിട്ടാണെന്ന്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോഴത്തെ വിഷമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിനക്ക് വിഷമമെങ്കിൽ എന്നോട്. അരുത്. നന്ദേട്ടന്റെ ഭാര്യയാവാന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്നവളാ ഞാൻ. ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട. അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ. എന്നെ വെറുക്കാൻ ഞാൻ മതി. നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി. അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോകുമെന്നായിരുന്നു എന്റെ ഭയം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കുക. ഇനി അമ്മൂന്റെ കല്യാണം. താൻ ഇവിടെ വന്ന് നിൽക്കുക. അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ? എന്നെ പിരിഞ്ഞു നോക്കില്ലേ അവള്? അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന്റെ ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്യമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? എന്നെ പറഞ്ഞേക്കാണ് നന്ദ. പോകാതെ പറ്റില്ലല്ലോ മോളെ. ഇനി നിന്റെ വീടതല്ലേ.
അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. വേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കുണ്ടോ പോലെ അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുണ്ടോ? ഇനി സ്വസ്ഥായി. രണ്ടു കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് എന്താ. അതെ, അറിഞ്ഞില്ല കേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. രണ്ട് കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ടെന്ന് അറിയിക്കണവരെത്രയാ. പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറയണ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം, എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നുകയാ ഗോമതിയമ്മേ. അമ്മ ശുദ്ധഭാവാ. അത് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി ഉണ്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. വേണു, അമ്മു, ദേ ഇവരിറങ്ങാന്ന്. വേണോട്ട് വേണേ പൊയ്ക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരിവിടെ വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ? കണ്ടോടെ എനിക്കതിനെ. അമ്മ, ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ. അമ്മുന് തലവേദനയാ, കിടക്കയാ, ക്ഷീണം ഉണ്ടാവും. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയും കാണാം. എന്നാ ഇറങ്ങല്ലേ? ഇറങ്ങ. മോശമായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത്. എന്ത് മോശം? ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. അച്ഛന് വല്ലാത്ത വിഷമായി. എന്തിന്? അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന്. അനുസരണക്കേട് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനൊരു മാഷാണേ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒരു മാഷാണ്. സോറി, അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം. അച്ഛാ, ഞാൻ ഉമ്മറത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമായോ? ഓ, സാരല്ല. അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ആ അമ്മ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സാരല്ലോളെ, അച്ഛനത് എപ്പോഴേ മറന്നു. ആ അമ്മോ, എന്താ എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല, ഒരു ചീത്ത സ്വപ്നം കണ്ടു. അതെ, സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടല്ലേ? വരൂ, താഴേക്ക് പോം. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അവള്. അവിടെ എങ്ങനെ ഉണ്ടാവോ? നന്ദേട്ടൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? ഒന്നിനെ കോണം പോകുന്ന കുട്ടിയല്ലേ അവള്. ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ അവള്. ഇതുവരെ തലയിലും താഴത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ ഇത്? അവിടെ അവളെ നോക്കാൻ വേണൂല്ലേ? അച്ഛനില്ലേ? ആ, എല്ലാരും ഉണ്ട്.